ഹാലലുയ ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, അഭിഷിക്തന്മാർ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിശ്ചലമായ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് 2 കൊരിന്ത്യർ അതിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഒരു ചെറിയ ചിന്ത മാത്രം എടുക്കുവാൻ താൽപ്പര്യപ്പെടുന്നു. ദൈവ ഇഷ്ടത്തിൽ ക്രിസ്തുയേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസും സഹോദരനായ തിമോഥെയോസും കൊരിന്ത്യയിലെ ദൈവസഭയ്ക്ക് അക്കായിലും എല്ലായിടത്തുമുള്ള സകല വിശുദ്ധന്മാർക്കും കൂടി എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിൽ വലിയ കഷ്ടതകളും പ്രയാസങ്ങളും എല്ലാം ഉണ്ടെങ്കിലും തൻ്റെ കൊരിന്ത്യയിലുള്ള തൻ്റെ സഭയെ ഓർത്ത് താൻ ലേഖനം എഴുതുകയാണ്, ഒരു എഴുത്തെഴുതുകയാണ്. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. മനസ്സലിവുള്ള പിതാവ്, സർവ ആശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങളെ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പാൻ ശക്തനാക്കേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ദൈവം മനസ്സലിവുള്ള ദൈവമാണ്. അവൻ ക്ഷമാശീലനായ ദൈവമാണ്. അവൻ നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. ഈ പ്രോഗ്രാം കാണുമ്പോൾ ആശ്വാസമില്ലാതെ, കടഭാരത്താൽ, രോഗാവസ്ഥയിൽ ആശ്വാസമില്ലാതെ അസമാധാനത്തിൽ കഴിയുന്ന പ്രിയ വ്യക്തി ജീവിതമേ, ജോലി ഇല്ലാതെ ഭാരപ്പെടുന്ന പ്രിയ വ്യക്തി ജീവിതമേ, എൻ്റെ ദൈവം നിന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. എൻ്റെ ദൈവം നിന്നെ ബലപ്പെടുത്തുന്ന ദൈവമാണ്. എൻ്റെ ദൈവം നിന്നെ വഴി നടത്തുന്ന ദൈവമാണ്. എൻ്റെ ദൈവം നിനക്ക് നിത്യ രാജ്യത്തേക്ക് പോകുവാൻ അവൻ വഴികളെ പറഞ്ഞു തരുന്ന ദൈവമാണ്. എൻ്റെ ദൈവം നിൻ്റെ കണ്ണുനീരുകളെ മാറ്റി അവൻ സമാധാനവും സന്തോഷവും നൽകുന്ന ദൈവമാണ്. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, ഇന്ന് ആശ്വാസമില്ലാതെ അലയുന്ന ചില കുടുംബ മണ്ഡലങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പറയുവാനുള്ള ദൂത്, നീ ദൈവത്തെ അന്വേഷിക്കുവാൻ ഇന്ന് തീരുമാനമെടുത്താൽ നിശ്ചയമായി നീ അഭിമുഖീകരിക്കുന്ന ചില വിഷയത്തിൻ്റെ മേൽ കർത്താവ് ഇന്ന് ചില വഴികളെ തുറക്കുകയാണ്. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. നമുക്ക് കാണുവാൻ സാധിക്കും, ഹന്നയുടെ ജീവിതത്തിൽ തനിക്ക് വിവാഹം കഴിച്ചു എങ്കിലും വർഷങ്ങളായി മക്കളില്ലാതെ, ആശ്വാസമില്ലാതെ അലഞ്ഞു നടക്കുന്ന ഒരു ഹന്നയെ നമുക്ക് കാണുവാൻ സാധിക്കും. തൻ്റെ ജീവിതത്തിൽ നിരന്തരം ആശ്വാസമില്ലാതെ നീറുന്ന വേദനയോടെ കരയുന്ന ഒരു ഹന്നയെ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെല്ലാം ഹന്നയുടെ ജീവിതത്തിൽ ഒരു ആശ്വാസം ലഭിക്കുവാനിട വന്നത്, അതിന് ഉത്തരം നൽകിയത്, തൻ്റെ ജീവിതത്തിൽ ഏത് വിഷയത്തിൽ അഭിമുഖീകരിച്ചുവോ അതിന് ദൈവം ഹന്നയുടെ ജീവിതത്തിൽ ഉത്തരം നൽകി. തൻ്റെ ജീവിതത്തിൽ വർഷങ്ങളായി വിവാഹം കഴിച്ചുവെങ്കിലും മക്കളില്ലാതെ നീറുന്ന ഒരു ഹന്നയെ നമുക്ക് ശമൂവേലിൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ കാണാൻ പറ്റും. എന്നാൽ തൻ്റെ വേദനയറിയുന്ന ദൈവം തന്നെ ആശ്വസിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. തൻ്റെ ഹിതം പോലെ ഹന്ന പറഞ്ഞു, കർത്താവേ, ദൈവമേ, നീ നൽകുന്ന കുഞ്ഞ് ഞാൻ നിൻ്റെ രാജ്യത്തിൻ്റെ വേലയ്ക്കായി ഞാൻ നൽകാമെന്നുള്ള ഒരു വാക്ക് ഹന്ന ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. എന്നാൽ തനിക്ക് വർഷങ്ങളായി മക്കളില്ലാത്ത അവസ്ഥയിൽ തനിക്കൊരു മകനെ കിട്ടിയപ്പോൾ ഒരു പ്രവാചകനെ കിട്ടി. അതാണ് ശമൂവേൽ പ്രവാചകനെ. ആ പ്രവാചകനെ ആ
മകനെ താൻ ദൈവത്തിൻ്റെ വേലയ്ക്കായി കൊടുത്ത ഒരു ഹന്നയെ നമുക്ക് കാണുവാൻ സാധിക്കും. ദാവീദിൻ്റെ ജീവിതം നോക്കിയാലും അതേ വളരെ കണ്ണുനീരോടെ വിഷമപ്പെടുന്ന ഒരു ദാവീദിനെ നമുക്ക് സങ്കീർത്തനം 55-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. തൻ്റെ കുടുംബത്തിലുണ്ടായ വിഷയത്തിൽ, തൻ്റെ മക്കളാലുണ്ടായ വിഷയത്തിൽ ഭാരപ്പെടുന്ന ഒരു ദാവീദു രാജാവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ അപ്പോസ്തലനായ പൗലോസിന് കറക്റ്റായി പറയുവാൻ സാധിക്കും, എൻ്റെ ദൈവം എന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ അനേകം മരണങ്ങളും അനർത്ഥങ്ങളും കടന്നു വന്നു. മരണം ഞങ്ങളെ പിടികൂടുമെന്നുള്ള അവസ്ഥയിൽ അത്രമാത്രം അടുത്ത് മരണം ഞങ്ങളെ അടുത്ത് വന്നുവെങ്കിലും ദൈവം ഞങ്ങളെ ആശ്വസിപ്പിച്ചു, ദൈവം ഞങ്ങളെ കരുതി, ദൈവം ഞങ്ങളെ വഴി നടത്തിയെന്ന് അപ്പോസ്തലനായ പൗലോസിന് മാത്രമേ പറയുവാൻ സാധിക്കത്തുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, എത്രമാത്രം മർദ്ദനങ്ങളും അപമാനങ്ങളും എല്ലാം ഏറ്റു. ചാട്ടവാറടി, കല്ലേറ്, അങ്ങനെ പല അനുഭവവും തൻ്റെ ജീവിതത്തിൽ പല പ്രാവശ്യം 3 പ്രാവശ്യം കപ്പൽ ഛേദനമുണ്ടായി. അത് കള്ള സഹോദരന്മാരുള്ള ആക്രമണം, അത് ജലത്തിലുള്ള ആപത്ത്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, തൻ്റെ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ അനേക അനർത്ഥങ്ങൾ കടന്നു വന്നെങ്കിലും അവിടെയെല്ലാം ആശ്വസിപ്പിച്ച, അവിടെല്ലാം വിടുവിച്ച ഒരു നല്ല യേശു കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ കൊരിന്ത്യരിലുള്ള തൻ്റെ വിശ്വാസികളോട് പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ അനേക അനർത്ഥങ്ങളൊക്കെ സംഭവിച്ചു, അത് ഞാൻ നിങ്ങളെ പറയാതിരുന്നാൽ അത് വളരെ മോശമാണ്. കാരണം എന്നെക്കുറിച്ച് പലരും പലതും പറഞ്ഞിരിക്കാം, എന്നാൽ അതൊന്നും സത്യമല്ല. എന്നാൽ എന്നെ വഴി നടത്തിയ ഒരു നല്ല കർത്താവിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറയുന്ന ഒരു അപ്പോസ്തലനായ പൗലോസിനെ നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ 2 കൊരിന്ത്യർ 1:8, സഹോദരന്മാരെ, അസ്യയിൽ ഞങ്ങൾക്ക് ഉണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറായി. തൻ്റെ ജീവിതത്തിൽ അസ്യയിൽ ഉണ്ടായ സംഭവത്തിൽ ജീവനോട് ഇരിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെല്ലാം ആശ്വാസവും കരുതലും നൽകിയ ഒരു ദൈവിക സാന്നിധ്യത്തെ, ഒരു ദൈവിക കരുതലിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ പ്രോഗ്രാം കാണുമ്പോൾ അസമാധാനത്തോടെ നിലവിളിക്കുന്ന ചില കുടുംബ മണ്ഡലങ്ങളുണ്ട്. വീട് ജപ്തിയുടെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ചില മാതാപിതാക്കളുണ്ട്. എന്നെ ആരും സഹായിക്കുവാനില്ല, എന്നെ ആരും താങ്ങുവാനില്ല, എന്നെ ആരും ആശ്വാസം പറയുവാൻ, ഒരു വാക്ക് ആശ്വാസം പറയുവാൻ ഇല്ലെന്ന് പറയുന്ന പ്രിയ മാതാവേ, പ്രിയ പിതാവേ, നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ നിന്നെ വഴി നടത്തുന്ന ദൈവമാണ്. നീ അഭിമുഖീകരിക്കുന്ന ഈ വിഷയത്തിൻ്റെ മേൽ സ്വർഗം നിനക്ക് ചില പുതുവഴികൾ തുറന്നിരിക്കുകയാണ്. ദേശനിവാസികൾ, ബന്ധുമിത്രാദികൾ പറയുകയാണ് നിൻ്റെ ഭവനം നഷ്ടമാകും, ജപ്തിയാകുമെന്ന്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ദൂത് നൽകുകയാണ്, എൻ്റെ ദൈവം നിന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്, എൻ്റെ ദൈവം നിന്നെ വിടുവിക്കുന്ന ദൈവമാണ്. നീ തകരുമെന്ന് പറയുന്ന എല്ലാ മേഖലകളിന്മേൽ കർത്താവ് നിനക്ക് ഇന്ന് പുതുവഴികൾ തുറന്നിരിക്കുകയാണ്. ജപ്തിയുടെ അവസ്ഥകളെ മാറ്റി അത് വീണ്ടെടുക്കുവാൻ എൻ്റെ കർത്താവ് നിനക്കവൻ വാതിലുകളെ തുറന്നിരിക്കുകയാണ്. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. എൻ്റെ ദൈവം അവൻ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. എൻ്റെ ദൈവം അവൻ മനസ്സലിവുള്ള ദൈവമാണ്. എൻ്റെ ദൈവം ക്ഷമാശീലനായ ദൈവമാണ്. ആ ദൈവത്തിൽ നീ ആശ്രയം വെച്ചാൽ, നിൻ്റെ ഭാരങ്ങളെ യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിശ്ചയമായി നിന്നെ വഴി നടത്തും, അവൻ നിശ്ചയമായി നിന്നെ പുലർത്തും. ഇന്ന് അഭിമുഖീകരിക്കുന്ന ജോലി മേഖലകളെ അഭിമുഖീകരിക്കുന്ന അനേക വ്യക്തി ജീവിതങ്ങൾ, സഹോദരന്മാർ, മാതാപിതാക്കൾ ഈ പ്രോഗ്രാം കാണുന്നുണ്ട്. ഭവനത്തിൻ്റെ സാമ്പത്തിക തകർച്ചകൾ, മുന്നോട്ട് പോകുവാൻ പറ്റാത്ത അവസ്ഥകൾ. എന്നാൽ നീ ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം അവൻ ആശ്വാസം പകരുന്ന ദൈവമാണ്.
അവൻ വിടുതൽ നൽകുന്ന ദൈവമാണ്. അവൻ നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. എൻ്റെ പ്രിയ സഹോദര, അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിൽ അനേക അനർത്ഥങ്ങളും മരണ അഭിമുഖീകരിച്ച വേളകളിലും തന്നെ ആശ്വസിപ്പിച്ച് തന്നോട് കൂടിരുന്ന ദൈവം, ആ ദൈവം ഇന്നും നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നീ തകരുമെന്ന് പറയുന്ന എല്ലാ ബിസിനസ് മേഖലകളെയും സ്വർഗം നിനക്കായി ചില പുതുവഴികളെ തുറന്നിരിക്കുകയാണ്. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. കുടുംബ മണ്ഡലങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ട് അസമാധാനങ്ങളെ കൊണ്ടുവന്ന് ആശ്വാസമില്ലാത്ത അവസ്ഥകളെ, കുടുംബത്തെ അസമാധാനങ്ങളെ കൊണ്ടുവരുന്ന എല്ലാ സാത്താനിക ശക്തികൾ, എല്ലാ പൈശാചിക മണ്ഡലങ്ങൾ, ദേശാധിക വാഴ്ചയുടെ അധികാര ശക്തികളെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അതിനെ ശാസിക്കുന്നു. യു കമാൻഡിങ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹബുന ലക്കോസോത്തോറിയ മൈ കെലോതിയ ശാന്തരിയ. യേശുവിൻ്റെ നാമത്തിൽ അസമാധാന ശക്തികൾ, വ്യക്തിമണ്ഡലങ്ങൾ ഈ കേൾക്കുമ്പോൾ തന്നെ മാറിപ്പോകട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനത്തെ കൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഐ ഹീബ ലക്കോസിയാത്തോരിയ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്, നമ്മെ വഴി നടത്തുന്ന ദൈവമാണ്. അവൻ മനസ്സിലുള്ള ദൈവമാണ്. അവൻ നമ്മെ പരിപാലിക്കുന്ന ദൈവമാണ്. എല്ലാ മരണങ്ങളിൽ നിന്നും അവൻ നമ്മെ പരിപാലിക്കുന്ന ദൈവമാണ്. മനസ്സലിവുള്ള പിതാവ്, സർവാശ്വാസവും നൽകുന്ന ദൈവവുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിനുമുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ശക്തരാക്കേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ എല്ലാ കഷ്ടങ്ങളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ കഷ്ടവേളയിൽ നമ്മുടെ ബന്ധുമിത്രാദികൾ, രക്തബന്ധങ്ങൾ നമ്മെ കുത്തുമ്പോൾ, നമ്മെ വേദനപ്പെടുത്തുമ്പോൾ, നമ്മളെ നിസ്സാരനെന്ന് കാണുമ്പോൾ നീ ദൈവത്തിൽ ആശ്രയം വെച്ചാൽ അവൻ നിന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. അവൻ നിന്നെ വഴി നടത്തുന്ന ദൈവമാണ്. അവൻ നിന്നെ അടഞ്ഞ വാതിലുകളെ തുറന്ന് നല്ല വഴിയിലൂടെ നടത്തുന്ന ദൈവമാണ്. ആ ദൈവത്തിൽ നീ പ്രത്യാശ വെക്കുക. ഈ വചനമുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, നന്ദിയോടെ കടന്നു വരുന്നു. കർത്താവെ, കേട്ട നല്ല വചനത്തിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്, തകർച്ചയിൽ നിന്നും ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. ഞങ്ങളുടെ കർത്താവ് മരണത്തിൽ നിന്നും ഞങ്ങളെ വിടുവിക്കുന്ന ദൈവമാണ്, ആശ്വാസം പകരുന്ന ദൈവമാണ്. കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും രോഗാവസ്ഥയെ ഞങ്ങളെ ആശ്വസിപ്പിച്ച് ഞങ്ങൾക്ക് വിടുതലും രോഗസൗഖ്യവും നൽകുന്ന ദൈവമാണ്. കർത്താവെ, അവിടുത്തെ വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. കേട്ട ജനത്തിൻ്റെ മേൽ അവിടുന്ന് കൊടുത്ത നല്ല ദൂതനായി നന്ദി പറയുന്നു. അനേക കുടുംബങ്ങളിൽ വിടുതൽ സ്വർഗം നൽകിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.